ഹലോ ഗേസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ മെയിൻ വില്ലനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒബീറ്റോ എന്ന ക്യാരക്ടറിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ഒബീറ്റയെ പറ്റി നോക്കുകയാണെങ്കിൽ ഒബീറ്റോ ഒരു ഉച്ച ക്ലാൻ മെമ്പറാണ്. അപ്പം നമുക്ക് നേരിട്ട് തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഒബീറ്റയെ പറ്റി നോക്കുകയാണെങ്കിൽ ഒബീറ്റോ കൊച്ചുനാൾ മുതൽ തന്നെ നറൂട്ടോയെ പോലെ തന്നെ ഒരു ഹൊക്കാഗെ ആണോന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഇവരുടെ ടീമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ടീം മെയിനായിട്ടും കക്കാശി, റിന്, അവരുടെ എല്ലാം സെൻസയായ മിനാട്ടോയുമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ മിഷൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ടോപ്പിൽ നിന്നിരുന്നത് നമ്മളെ കക്കാശിയായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഒബീറ്റയ്ക്ക് കക്കാശിയോട് ഭയങ്കരധികം വെറുപ്പെന്ന് വെച്ചാൽ ഭയങ്കരധികം വെറുപ്പായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പലപ്പോഴും ഇടിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവരെ സമാധാനിപ്പിക്കുന്ന റിന്നാണ്. അതിനുശേഷം നമ്മുടെ ഈ എല്ലായിടത്തും ഫെയിലാവുന്ന ഒബീറ്റയ്ക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നത് നമ്മുടെ റിന്നാണ്. അതിപ്പം നമ്മുടെ റിന്നിനോട് നമ്മുടെ ഒബീറ്റയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള ക്രഷൊക്കെ വരുന്നുണ്ട്. അത് ലവ് ഒക്കെ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റിന്നിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ റിന്നിന് കക്കാശിയാണ് ഇഷ്ടം. നമ്മുടെ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു കൂട്ടുകാർ വന്ന് നമ്മുടെ റിന്നിനെ തട്ടിക്കൊണ്ട് പോവുകയും അവിടെ നമ്മുടെ വിജയും കക്കാശി എത്തി അവരെ എല്ലാവരും ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ ഒബീറ്റയ്ക്ക് ഷരിങ്കൺ കണ്ണ് ആക്ടിവേറ്റ് ആവുന്നത്. അതിനുശേഷം റിന്നിനെ സേവ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ള മലയൊക്കെ ഇടിഞ്ഞ് വീണ് അവിടെ ഉള്ള കക്കാശിയും റിന്നിനെ രക്ഷിക്കാൻ വേണ്ടി ഒബീറ്റ സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യുകയും ഒബീറ്റ അതിൻ്റെ ഇടയിൽ പോയിട്ട് പകുതി ശരീരം ചത്ത പോലെ ആവുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഒബീറ്റ തൻ്റെ ശരീരം കണ്ണെടുത്ത് കക്കാശി കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ഒബീറ്റ മരിച്ചെന്നാണ് എല്ലാവരും കരുതിയത്. ബട്ട് നമ്മുടെ മദറെ ആണെങ്കിൽ ഒബീറ്റയെ സേവ് ചെയ്യുകയും ഹഷറമ സെൽസ് ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒബീറ്റോ മദറയുടെ കൂടെ നിന്ന് ട്രെയിൻ ചെയ്യുകയും അവിടെയുള്ള മറ്റൊരു ക്യാരക്ടറിൻ്റെ കൂടെയൊക്കെ നിന്ന് ട്രെയിൻ ചെയ്യുന്നു. ആ ക്യാരക്ടറിൻ്റെ പേര് എനിക്കറിയില്ല. അതിനുശേഷം അവൻ്റെ ഫ്രണ്ടൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷമാണ് മിസ്റ്റ് വില്ലേജിലേക്ക് ഒരു ഫൈറ്റിനായിട്ട് നമ്മുടെ കക്കാശിയും റിന്നും പോകുന്നത്. ഇതറിഞ്ഞ ഒബീറ്റോ ആണെങ്കിൽ തനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം മിനാട്ടോ പറയുന്നുണ്ട്, നീ എവിടെയൊക്കെ പോയാലും എൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കാര്യമാക്കാതെ ഒബീറ്റോ പോകുന്നുണ്ട്. അവിടെ എത്തി ഒബീറ്റോ ഞെട്ടുകയാണ്. കാരണം തൻ്റെ ലവറായിട്ടുള്ള റിന്നിൻ്റെ നെഞ്ചിൽ കൂടെ ചിത്തോരിയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കക്കാശി കണ്ടു. ഇത് കണ്ടുകൊണ്ട് തന്നെ ഒബീറ്റോയ്ക്കും നമ്മുടെ റിന്നിനും നമ്മുടെ കക്കാശിക്കും ഒരുമിച്ച് മങ്കിക്കോ ശരീരങ്ങൾ ആക്ടിവേറ്റ് ആകും. കക്കാശി അവിടെ ബോധം കെട്ടി വരികയും ചെയ്തു. അതിനുശേഷം ഒബീറ്റോ അവിടെ ഉള്ള മിസ്റ്റ് വില്ലേജിലുള്ള എല്ലാ എണ്ണത്തെയും എടുത്തിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ശേഷം ചോര കുളിച്ചിരുന്ന ഒബീറ്റോയുടെ കയ്യിൽ റിന്നെ പിടിച്ചുകൊണ്ട് നിന്ന് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട് സീരിയസ്. അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ലീഫ് വില്ലേജിലേക്ക് പോവുകയും അവിടെയൊക്കെ കുറാമെ ഇറക്കിവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്പോഴത്തെ അവിടുത്തെ ഹൊക്കാഗെ ആയിട്ടുള്ള നമ്മുടെ മിനാട്ടോ ഒക്കെ വന്ന് ഒബീറ്റോയൊക്കെ ഒരു ഫൈറ്റൊക്കെ കാണാൻ വേണ്ടി അവിടെ പറ്റും. അപ്പം ഒബീറ്റോ മദറെ അന്ന് നമ്മുടെ മിനാട്ടോ വിചാരിച്ചത്. അതിനുശേഷം ആണെങ്കിൽ മിനാട്ടോ അവിടെ ഉള്ള മിറാമയുടെ പകുതി ചക്ര തൻ്റെ ഉള്ളിലും പകുതി ചക്ര നറൂട്ടോയുടെ ഉള്ളിലും സീൽ ചെയ്യുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് സീരീസ് തുടങ്ങുന്നത് തന്നെ. അത് അതിനുശേഷം ഒബീറ്റ മദറയാന്ന് പറഞ്ഞ അക്കാസുക്കി ടീമിൽ ജോയിൻ ചെയ്യുകയും അവിടെ എത്തിയതിനു ശേഷം ടോബി എന്ന പേരിൽ കുറേ അധികം അവരുടെ ടീമിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മുടെ ടോബി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് കാണിച്ചിരുന്നത്. തേൽ ബീസ്റ്റിനെയൊക്കെ പിടിക്കുന്നതും അവിടെ നടക്കുന്ന ഫൈറ്റിലും എല്ലാം വളരെയധികം കോമഡിയൊക്കെ ആയിട്ടാണ് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേയധികം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹക്കാസുക്കി ടീമിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറ്റാച്ചിയൊക്കെ മരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മദറയൊക്കെ വന്ന് ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെയിൻ ഘടകമായി ഒബീറ്റോയും മാറുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ അക്കാശിക്കും മിനാട്ടോയ്ക്കും റോക്ലിക്കും മനസ്സിലാവുന്നു ഇത് ഒബീറ്റോ ആണെന്ന്. അതിനുശേഷം ഈ ഫൈറ്റിൻ്റെ അവസാനം തന്നെ ഒബീറ്റോ തൻ്റെ മനസ്സ് മാറ്റുകയും താൻ നല്ലവനാവുകയും മദറെ എതിർത്ത് ഫൈറ്റ് നറൂട്ടോയുടെ ഭാഗത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കക്കാശി സൂസനൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫൈറ്റ് ജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അതിനുശേഷം നമ്മുടെ ഒബീറ്റോ മരിച്ച് സ്വർഗത്തിലെത്തി റിന്നെ കാണുന്നതോടെയാണ് ഈ ഒബീറ്റോയുടെ സ്റ്റോറി തീരുന്നത്. ഒബീറ്റോയുടെ പവേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉച്ച ക്ലൈം മെമ്പറാണ്. കൂടാതെ
ആഷിറ മസിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. കുറാമയെ സമൺ ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ആ ഫൈറ്റിൽ തന്നെ 10 ടൈലിൻ്റെ ചക്രം വരെ നമ്മുടെ ഒബീറ്റോ ഉപയോഗിക്കുന്നതാണ്. ഒക്കെ നമുക്ക് കാണിച്ചു ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള മെയിൻ വില്ലൻ എന്ന് വേണമെങ്കിൽ ഒബീറ്റോ എന്ന് പറയാം. ഒബീറ്റോ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അവിടെ ഇറ്റാച്ചി ഉച്ചക്കളഞ്ഞുള്ള ഒരാളെയും കൊല്ലുകയൊന്നും ഇല്ലായിരുന്നു. അപ്പം മെയിൻ വില്ലൻ എന്ന് പറയാൻ നമ്മുടെ ഒബീറ്റോ ആണ്. അപ്പം നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞാനിത് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വോയിസ് ഡാമേജസ് ഒക്കെ ഉണ്ടാകാനും എഡിറ്റിന് കുഴപ്പങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതെല്ലാം ക്ഷമിക്കണം. പിന്നെ ഞാൻ നിങ്ങളടുത്ത് മറ്റൊരു ചോദ്യം ചോദിക്കണം, ഒബീറ്റോ ഹീറോ ആണോ വില്ലനാണോ? അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ